ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മളെ നൈഷുക്കുട്ടി മദ്രസയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ നൈഷുക്കുട്ടിനെ മദ്രസയിൽ വിട്ട് വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് നമ്മുടെ മെക്സവൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. ഇത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണമെന്നല്ല കേട്ടോ. എനിക്ക് നമ്മളൊന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇതിങ്ങനെ മെക്സവൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണമെങ്കിൽ കാണാം കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യാം. അങ്ങനെ ഒരു അരമണിക്കൂർ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടോടെ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ദോശയ്ക്ക് സാമ്പാർ ഞാൻ തലേദിവസം വെച്ചത് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അതിരാവിലുള്ള അടുക്കള യുദ്ധത്തിൽ നിന്ന് ഒഴിവാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി അനുക്കുട്ടി മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. ഞാനിതാ മുറ്റൊക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനുക്കുട്ടിക്ക് നൈഷു മദ്രസ കഴിഞ്ഞ് വരുമ്പോഴാണ് അനുവിന് മദ്രസ ഉള്ളത്, സ്കൂളില്ലാത്ത ദിവസം. അപ്പോൾ മാങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് മുറ്റത്ത്. ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഇപ്പോൾ ഉള്ളതല്ല, കുറച്ച് ദിവസങ്ങൾ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റടിച്ച് വരാൻ കുറച്ച് പാടാണ് അല്ലേ. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു സൂത്രം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വെച്ച് അടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ വെള്ളത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ചപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഞാനിവിടെ മുറ്റടിക്കാൻ 2 ടൈപ്പ് ബ്രഷാണ് കേട്ടോ. ഒന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രഷും മറ്റേത് ഞാൻ ഉള്ളടിച്ച് വരിയുന്നത് ഒഴിവാക്കിയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ കുത്തി കുത്തി അടിച്ച് വരാൻ ഒന്നും കൂടെ ബെറ്റർ. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങളും കൂടെ ഷെയർ ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ല. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ എൻഡിലൊക്കെ ആയിട്ട്. കാരണം അതിൻ്റെ മുന്നേ നമുക്കിത് ഈ ഒരു കുക്കർ ഉണ്ടല്ലോ അതൊന്ന് പരിചയപ്പെടാം. എൻ്റെ അടുത്ത് ഇതിൻ്റെ വലിയ കുക്കർ ഉള്ളപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് ഏതാ ബ്രാൻഡ്, എവിടുന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് ഹോക്കിങ്സിൻ്റെ ആണ് കേട്ടോ, അടിപൊളിയാണ് സംഭവം. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ നല്ല ബീഫും നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ഞാൻ നല്ല നാടൻ രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ബീഫിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ ഈ ബീഫ് തനി നാടൻ രീതിയിലാണ് കേട്ടോ ചെയ്യണത്. ഇതിപ്പോൾ മൺചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അതിന് പകരം കുക്കർ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വെല്ലുള്ളിയും തക്കാളിയും അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ പണ്ട് കാലം തൊട്ടേ വെച്ച് വരുന്ന ഒരു രീതി ഉണ്ടല്ലോ, തനി നാടൻ രീതി. ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ ബീഫ് വെച്ചാൽ കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ്. ശരിക്കും ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെയ്ച്ചോറിനുള്ള അരി ഒന്ന് അളന്നെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ അരിയാണ് കേട്ടോ. തൽക്കാലം ഞങ്ങൾക്ക് വെക്കാനുള്ള അരി ഉണ്ട്. ബീഫ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറും കൂടെ കുക്കറിലിടാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ 5 ലിറ്ററിൻ്റെ കുക്കർ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. അപ്പോൾ ഇത് എനിക്ക് ഉപയോഗിച്ച് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ചെറുതും കൂടെ വാങ്ങിച്ചത്. അപ്പോൾ നെയ്ച്ചോറ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലോട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും പിന്നെ ഒരൽപ്പം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നെയ്ച്ചോറാണെന്ന്. എന്നാൽ ഇപ്പോഴും പലർക്കും ഈ നെയ്ച്ചോറ് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ പല തവണയായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ നെയ്ച്ചോറ് എങ്ങനെ വേഗം കുക്കറിൽ ഉണ്ടാക്കുക, അതും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഉള്ളിയും ക്യാരറ്റും വാട്ടിയെടുത്ത് നെയ്യിലോട്ട് അരി കഴുകിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മൂടി വെക്കുക. ഒറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡിയാണ് കേട്ടോ. 2 കപ്പ് അരിക്ക് ഏകദേശം 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ ആ ഒരു വേവിനനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. എന്നിരുന്നാലും 1 കപ്പ് അരിക്ക് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒറ്റ വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡിയായി കിട്ടും കേട്ടോ.
ഞാൻ എൻ്റെ വീട്ടിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറും കൂടെ നമ്മുടെ ചിക്കൻ. നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ബീഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ ചാറ് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും അതുപോലെ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഈ ചാറ് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ. ഒരുപാടൊന്നും ഈ ചാറ് വറ്റിച്ചെടുക്കണില്ല, കാരണം നെയ്ച്ചോറിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് വേണ്ടേ, അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് വറ്റിച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ആ ഒരു പുതിയ വിശേഷം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അത് വേറൊന്നുമല്ല, ഏകദേശം ഒരു 16 വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ പഠനം റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പം എന്താ പഠിക്കാനെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? വേറൊന്നുമല്ല, പഠിക്കണം എന്ന് തോന്നി. എനിക്ക് കുറേ ആയിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് ചെയ്യണമെന്ന്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നഴ്സിംഗ് പഠിക്കണം എന്നായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എൻജിനീയറിങ്ങിന് പോകണം എന്നൊക്കെ ആയിരുന്നു. അതൊക്കെ എൻ്റെ കുഞ്ഞിലുള്ള ആഗ്രഹങ്ങളാണ് കേട്ടോ. അന്ന് +2 ബയോളജി സയൻസ് തന്നെ എടുത്ത് പഠിച്ചത് ഈ ആഗ്രഹങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ 10ഉം +1ഉം +2ഉം കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ സോനുട്ടി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. പിന്നെ ഞാൻ ആ പഠനം അവിടെ നിർത്തി വെച്ചു കേട്ടോ. ഇക്കൻ്റെ അടുത്ത് കുറേ പറഞ്ഞതായിരുന്നു കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടിനിട്ട് പോകുക എന്നുള്ളൊരു കാര്യം എനിക്ക് ആലോചിക്കാനും കൂടി പറ്റാത്തതായതുകൊണ്ട് ഞാൻ പിന്നീട് എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്തില്ല. അന്ന് ആഗ്രഹിച്ച പോലെ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയാണ് കേട്ടോ എൻ്റെ ലൈഫ് പോയിട്ടുണ്ടായിരുന്നത് മുന്നോട്ട്. എൻ്റെ തീരുമാനങ്ങളിൽ എന്നെക്കായും വലിയ കോൺഫിഡൻസ് ആണ് കേട്ടോ ഇക്കാക്ക്. അതുപോലെ തന്നെ ഇക്കാൻ്റെ മോട്ടിവേഷനും പിന്നെ എന്ത് കാര്യത്തിനും 100% സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ ജെന്യുയിൻ ആണെങ്കിൽ അത് ആൾക്ക് നേടിത്തരാൻ പറ്റണതാണെന്നുണ്ടെങ്കിൽ 100% കൂടെ നിൽക്കും കേട്ടോ. പിന്നെ പഠിക്കണത് എപ്പോഴും ഇക്കാക്ക് ഇഷ്ടം കേട്ടോ. അത് പഠിച്ച് വലിയ ജോലി നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. നമുക്ക് പഠിപ്പ് ഏറൂലല്ലോ, പഠിക്കണത് എപ്പോഴും നല്ലതല്ലേ, എപ്പോഴും എല്ലാത്തിനെയും കുറിച്ച് അറിവുണ്ടായിരിക്കണത് നല്ലതല്ലേ, പഠിച്ചോന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് 6 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ സക്സസ് ആവുന്നോ, ഇതിൽ നിന്നൊരു വരുമാനം എനിക്ക് കിട്ടുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ഞാൻ 100% എഫേർട്ട് ഇടും. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. തീരുമാനം എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാക്സിമം കൊടുക്കും. പിന്നെ റിസൾട്ടൊക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ, അതിൽ സക്സസ് ആവാം പരാജയപ്പെടാം, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കാറ്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും എൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ അനക്ക് പറ്റും ചെയ്തോ, പക്ഷേ അതിൽ ഈ ജയിച്ചാലും കുഴപ്പമില്ല പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ഈ ചെയ്തോ പറഞ്ഞിട്ട് കൂടെ നിൽക്കാൻ എപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏത് കോഴ്സാണ് പഠിക്കണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ അതിന് ടൈമില്ല. അങ്ങനെ ഞാൻ കോഴ്സൊക്കെ ചൂസ് ചെയ്തു. ഇനി അത് പഠിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കടയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും വന്ന വഴിക്ക് ഉമ്മാനും ഉപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ആഫിക്കുട്ടിയാണ് കേട്ടോ ക്യാഷ്യറായിട്ടെന്നുള്ളത്. ഞാനിവിടെ ഷോപ്പിൽ വന്നപ്പോൾ എല്ലാവരും തിരക്കിലാണ് കേട്ടോ, ഉമ്മി ഉപ്പി അനിയനൊക്കെ. അപ്പം ഞാനും ഇവിടെ ആഫിക്കുട്ടിൻ്റെ കൂടെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് വിട്ടു. ഈ വീഡിയോ ഞാൻ ഏകദേശം ഒരാഴ്ച മുന്നേ എടുത്തതാണ് കേട്ടോ. ഇപ്പം എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയോളായി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യണ്ട കേട്ടോ. ഇന്ന് പനിയൻ്റെ കാല് ഒന്ന് ബാത്റൂമിലൊന്ന് വീണിട്ട് കാലിൻ്റെ മുട്ട് വേദനയാണ് കേട്ടോ. അതാണ് ആ ഇരുന്ന് പറയുന്നത്. അങ്ങനെ ഹാഫി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് റെയിൻ കോട്ടൊക്കെ എടുത്ത് ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. പുറത്ത് മഴയൊന്നും പെയ്യണില്ലെങ്കിലും റെയിൻകോട്ട് കണ്ടാൽ ഞങ്ങൾക്കൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് അഫിൻ്റെ പരിപാടികൾ. ഇവിടെ ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ കുറേ മിഠായി ഭരണി നിരത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മിഠായി ഒന്നും കസ്റ്റമേഴ്സിന് വെക്കാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഞാൻ ഇത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും